ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +1 മലയാളത്തിലെ വാസനാവികൃതി എന്ന പാഠഭാഗത്തിൻ്റെ ഒരു രത്ന ചുരുക്കവും അതിൻ്റെ ചോദ്യോത്തരങ്ങളും നമുക്കൊന്ന് കുറച്ച് സമയം കൊണ്ടൊന്ന് സെറ്റാക്കുന്ന സെക്ഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ആ സെക്ഷനിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. പാഠഭാഗത്തിൻ്റെ ആശയം കൃത്യമായിട്ട് കയ്യിൽ കിട്ടുക എന്നുള്ളതാണ് ഒരു പാഠഭാഗം പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പാഠഭാഗത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ആശയം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. അതിൽ നിന്ന് എന്ത് ചോദ്യോത്തരങ്ങൾ വേണമെങ്കിലും എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റും. അതുകൊണ്ട് പാഠഭാഗത്തിൻ്റെ ആശയം വളരെ കൃത്യമാക്കണമോ, നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിനകത്തേക്ക് ശ്രദ്ധിച്ചിരിക്കുക. പാഠഭാഗത്തിൻ്റെ പേര് വാസനാവികൃതി എന്നുള്ളതായിരുന്നു. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ചെറുകഥ, മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ പെണ്ണ് വരുന്നൊരു ചിഹ്നം ഉണ്ടായിരുന്നല്ലോ. മലയാള സാഹിത്യത്തിലെ ആദ്യ ചെറുകഥ എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? വാസനാവികൃതിയാണ്. എഴുതിയിരിക്കുന്നത് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. ചെറുകഥ ഇങ്ങനെ കാലങ്ങളോളം മാറി മാറി സഞ്ചരിച്ച് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ കഥകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അന്നത്തെ ആദ്യകാലത്തെ ചെറുകഥയുടെ പ്രത്യേകത എന്തായിരുന്നു, ഭാഷയുടെ പ്രത്യേകത എന്തായിരുന്നു എന്നുകൂടി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഓർമ്മയിലേക്ക് വെച്ചേക്കണം. നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം, കൂടെ പോന്നോളുക. ഓക്കെ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ പ്രശസ്തനായ പത്രപ്രവർത്തകനും ഉപന്യാസകാരനും ചെറുകഥാകൃത്തുമാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കേസരി, വജ്രസൂചി, വജ്രബാഹു എന്നീ തൂലികാ നാമങ്ങളിൽ അദ്ദേഹം കൃതികൾ പ്രസിദ്ധീകരിച്ചിരുന്നു. 1860 കണ്ണൂർ ജില്ലയിലാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ജനിച്ചത്. മരണം 1914 നവംബർ 14. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസനാവികൃതി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസനാവികൃതി എന്ന കൃതി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദ്വാരക, മേനോക്കിയെ കൊന്നതാരാണ്, മദിരാശി പിത്തലാട്ടം മുതലായവ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന കൃതികളാണ്. സെറ്റാണല്ലോ, സെറ്റ്. ഇതെന്ന് നോക്കുക, പാഠസംഗ്രഹം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രചനയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രചനയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി. ഇക്കണ്ടക്കുറുപ്പ് നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര് ഓർമ്മയിൽ വെച്ചേക്കുക. ഇക്കണ്ടക്കുറുപ്പ് എന്ന മോഷ്ടാവ് തൻ്റെ ജീവിത കഥ ആത്മഭാഷണ രീതിയിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഈ കഥ. ഇക്കണ്ടക്കുറുപ്പ് എന്ന മോഷ്ടാവ് തൻ്റെ ജീവിത കഥ ആത്മഭാഷണ രീതിയിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഈ കഥ. തനിക്ക് ജീവിതത്തിനിടയിൽ നേരിട്ട അപമാനങ്ങളും അബദ്ധങ്ങളും പീഡനങ്ങളും നർമ്മം കൊണ്ട് മധുരമാക്കുകയാണ് കഥാകാരൻ ചെയ്തത്. തനിക്ക് ജീവിതത്തിനിടയിൽ നേരിട്ട അപമാനങ്ങളും അബദ്ധങ്ങളും പീഡനങ്ങളും നർമ്മത്തിലൂടെ അവതരിപ്പിക്കുകയാണ് കഥാകാരൻ ചെയ്തത്. തൻ്റെ പ്രവൃത്തിക്ക് ലഭിച്ച പ്രതിഫലമാണ് അതൊക്കെയെന്ന് കഥാപാത്രം തിരിച്ചറിയുന്നുണ്ട്. കൊച്ചി സീമയിൽ കാടിൻ്റെ അരികിലായിരുന്നു കുറുപ്പിൻ്റെ വീട്. വെളുത്തും കറുത്തും കാണപ്പെടുന്ന താവഴിക്കാരിൽ കറുത്ത അമര്യാദ താവഴിയിൽ ജന്മം കൊണ്ടും മോഷണം തൊഴിലാക്കിയ മരുമക്കത്തായ വഴിക്കും മോഷണവാസന തനിക്ക് ലഭിച്ചു എന്ന അയാളുടെ വിശദീകരണം വായനക്കാരിൽ ചിരിയുണർത്തും. കൊച്ചി സീമയിൽ കാടിൻ്റെ അരികിലായിരുന്നു കുറുപ്പിൻ്റെ വീട്. വെളുത്തതും കറുത്തതുമായി കാണപ്പെടുന്ന 2 താവഴിയുണ്ട്. അമ്മ വഴിയുണ്ട്, അച്ഛൻ വഴിയുണ്ട്. അതിൽ കറുത്ത അമര്യാദത്തായ വഴിയിൽ ജന്മം കൊണ്ടും മോഷണം തൊഴിലാക്കിയ മരുമക്കത്തായ വഴിക്കും മോഷണവാസന തനിക്ക് ലഭിച്ചു എന്ന് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, കഥയുടെ തുടക്കത്തിൽ പറയുന്നത് വായനക്കാരിൽ ചിരിയുണർത്തും. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കാടിനെയും മൃഗവേട്ടയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മോഷണ രീതി, അതിനെന്താ പറയുക, തെണ്ടി നായാട്ട് ഒറ്റക്ക് നടത്തുന്നതാണ്, തെളി നായാട്ട് കൂട്ടമായി നടത്തുന്നതാണ്. കഥാസന്ദർഭത്തിൽ കൗതുകം ജനിപ്പിക്കും വിധത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഭയമില്ലാതെ പഠനകാലം മുതൽ തുടങ്ങിയിരുന്ന ചില്ലറ മോഷണം വില പിടിച്ച വസ്തുക്കളിലേക്ക് എത്തിയപ്പോൾ ഇക്കണ്ടക്കുറുപ്പിൻ്റെ സമ്പാദ്യവും വർദ്ധിച്ചു വന്നു.
ഒടുവിൽ തൃശ്ശിവ പേരൂരിനടുത്ത് ഒരു നമ്പൂതിരി ഇല്ലത്ത് നടത്തിയ കളവാണ് വഴിത്തിരിവായത്. നമ്പൂതിരിയുടെ മകൻ തന്നെയായിരുന്നു മോഷണത്തിന് കൂട്ടുനിന്നതും. നമ്പൂതിരിക്ക് കൊടുക്കാൻ മകൻ്റെ പക്കലേൽപ്പിച്ച ഉറക്കമരുന്ന് അയാൾ കുറെ കൂടുതൽ കൊടുത്തതിനാൽ നമ്പൂതിരി മരിച്ചു പോകുന്നു. സംഗതി പുലിവാലായി. പോലീസ് കേസായപ്പോൾ മോഷ്ടാവ് കളവ് മുതലെല്ലാം കാമുകിയായ കല്യാണിക്കുട്ടിക്ക് നൽകി മദിരാശിയിലേക്ക് ഒളിവിൽ പോകുന്നു. കളവ് മുതലിൽ നിന്ന് കിട്ടിയിരുന്ന രത്നം പതിച്ച മോതിരം കഥാനായകൻ കാമുകിക്ക് സമ്മാനിച്ചുവെങ്കിലും പ്രേമാധിക്യത്താൽ അവൾ അത് അയാളുടെ വിരലിൽ തന്നെ ഇട്ടുകൊടുത്തിരുന്നു. ഈ മോതിരമാണ് വില്ലനാകുന്നത്. വിരലിൽ നിന്ന് ഊർന്നു വീഴുന്നതായിരുന്നു ആ മോതിരം. കഥാനായകൻ മദിരാശിയിൽ ഒളിവിൽ കഴിഞ്ഞുകൂടുന്ന കാലം. സവാരിക്കിടയിൽ ഒരു സുന്ദരിയെ കണ്ട് വാ പൊളിച്ചു നിന്ന ഒരുവൻ്റെ പോക്കറ്റ് അടിച്ചു. ഇടതു പോക്കറ്റിൽ നിന്ന് കിട്ടിയ നോട്ട് പുസ്തകവുമായി മടങ്ങി. വിരലിൽ പാകമല്ലാതിരുന്ന മോതിരം ആ പോക്കറ്റ് അടിച്ച ആളുടെ പോക്കറ്റിൽ വീണുപോയി. അത് ആരറിഞ്ഞില്ല? ഇക്കണ്ട വാര്യർ അറിഞ്ഞില്ല. രാത്രി വീട്ടിലെത്തി മോതിരത്തെപ്പറ്റി ഓർമ്മിച്ചപ്പോഴാണ് അത് കാണാതായെന്ന് മനസ്സിലായത്. അബദ്ധമാണെന്ന് ഓർക്കാതെ മോതിരം കളഞ്ഞുപോയെന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മുറിയിലെത്തി വിശ്രമിക്കുകയായിരുന്ന ഇക്കണ്ടക്കുറുപ്പിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസുകാരൻ്റെ പോക്കറ്റിലായ മോതിരമാണ് തൻ്റെ അറസ്റ്റിന് കാരണമായതെന്ന് അയാൾക്ക് വൈകിയേ മനസ്സിലായുള്ളൂ. 6 മാസം തടവും 12 അടിയുമാണ് ശിക്ഷയായി അയാൾക്ക് ലഭിച്ചത്. ഇതായിരുന്നു നമ്മുടെ കഥ. തൻ്റെ ബുദ്ധിയില്ലായ്മയാണ് മോഷണങ്ങൾ തെളിയാൻ കാരണമായതെന്ന തിരിച്ചറിവ് ആ തൊഴിൽ ഉപേക്ഷിച്ച് പാപമോചനത്തിനായി തീർത്ഥാടനം നടത്താൻ തീരുമാനിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു. കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്കുള്ള, അമര്യാദയിൽ നിന്ന് മര്യാദയിലേക്കുള്ള, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള മാറ്റം ഏത് വായനക്കാരൻ്റെ മനസ്സിനെയും ആകർഷിക്കും. കൂടെ കുറച്ച് ഹാസ്യം മേമ്പൊടിയായി ചേരുമ്പോൾ പുതിയ കാലത്തും പ്രസക്തമാകുന്ന പ്രമേയമായി അത് മാറുമെന്നതിന് തെളിവാണ് ഈ കഥയുടെ ആഖ്യാന രീതി. ആഖ്യാന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയുന്ന രീതി. ഓക്കെ, സെറ്റാണല്ലോ. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ ഈ തൊഴിലിലിരുന്നാൽ 4-ാം അച്ഛന് അപമാനമേയുള്ളൂ. കഥാനായകൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ ഈ തൊഴിലിൽ ഇരുന്നാൽ 4-ാമത്തെ അച്ഛന് അപമാനമേയുള്ളൂ. കഥാനായകൻ ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു? നോക്കുക, വാസനാവികൃതിയിലെ നായകനായ ഇക്കണ്ടക്കുറുപ്പ് ഈ ആത്മഭാഷണം നടത്തുന്നത് മോഷണം തൊഴിലാക്കിയതിന് ലഭിച്ച ശിക്ഷയ്ക്ക് ശേഷമാണ്. ഓർക്കുക, വാസനാവികൃതിയിലെ നായകനായ ഇക്കണ്ടക്കുറുപ്പ് ഈ ആത്മഭാഷണം നടത്തുന്നത് മോഷണം തൊഴിലാക്കിയതിന് ശേഷം ലഭിച്ച ശിക്ഷയ്ക്ക് ശേഷമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും താവഴി പാരമ്പര്യം അനുസരിച്ച് നല്ല മോഷണ പാരമ്പര്യമുള്ളവനാണ് ഇക്കണ്ടക്കുറുപ്പ്. സംഘം ചേർന്നുള്ള ദീവട്ടിക്കൊള്ളയേക്കാൾ മോഷ്ടിച്ച മുതൽ പങ്കുവെക്കാതെ സ്വന്തമാക്കുന്ന ഒറ്റക്കുള്ള മോഷണത്തിലായിരുന്നു ഇക്കണ്ടക്കുറുപ്പിന് താല്പര്യം. സംഘം ചേർന്നുള്ള ദീവട്ടിക്കൊള്ളയേക്കാൾ മോഷ്ടിച്ച മുതൽ പങ്കുവെക്കാതെ സ്വന്തമാക്കുന്ന ഒറ്റക്കുള്ള മോഷണത്തിലായിരുന്നു ഇക്കണ്ടക്കുറുപ്പിന് താല്പര്യം. നവീന രീതി പിന്തുടർന്ന ഇക്കണ്ടക്കുറുപ്പ് തൊണ്ടി മുതൽ കാമുകി കല്യാണിക്കുട്ടിക്ക് സമ്മാനമായി നൽകി. അതിൽ നിന്ന് അവൾ വിരലിലണിയിച്ച ഊരാഞ്ചാടി മോതിരം, ഊരിപ്പോകുന്ന മോതിരം മറ്റൊരു മോഷണ ശ്രമത്തിനിടെ നഷ്ടമായത് പോലീസിൽ പരാതി കൊടുക്കാൻ തോന്നിയ വിഡ്ഢിത്തം സ്വന്തം കുഴിയിൽ ചാടുന്നതിന് വഴിയൊരുക്കുന്നു. മഹിതമായ മോഷണ പാരമ്പര്യം ഉണ്ടായിട്ടും വിഡ്ഢിത്തം കാണിച്ച് പിടിക്കപ്പെട്ട താൻ ഇനിമേൽ ആ പാരമ്പര്യ മഹിമയ്ക്ക് അർഹനല്ല എന്ന് നായകൻ സ്വയം വിലയിരുത്തുന്നു. തൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ചുള്ള നായകൻ്റെ ആത്മനിന്ദയാണ് ഈ പ്രതികരണം. സെറ്റാണോ? ഒന്നുകൂടി നോക്കുക. വാസനാവികൃതിയിലെ നായകനായ ഇക്കണ്ടക്കുറുപ്പ് ആത്മഭാഷണം നടത്തുന്നത് മോഷണം തൊഴിലാക്കിയതിന് ലഭിച്ച ശിക്ഷയ്ക്ക് ശേഷമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും താവഴി പാരമ്പര്യമനുസരിച്ച് നല്ല മോഷണ പാരമ്പര്യമുള്ളവനാണ് ഇക്കണ്ടക്കുറുപ്പ്. സംഘം ചേർന്നുള്ള ദീവട്ടിക്കൊള്ളയേക്കാൾ മോഷ്ടിച്ച മുതൽ പങ്കുവെക്കാതെ സ്വന്തമാക്കുന്ന ഒറ്റക്കുള്ള മോഷണത്തിലായിരുന്നു ഇക്കണ്ടക്കുറുപ്പിന് താല്പര്യം. നവീന രീതി പിന്തുടർന്ന ഇക്കണ്ടക്കുറുപ്പ് തൊണ്ടി മുതൽ കാമുകി കല്യാണിക്കുട്ടിക്ക് സമ്മാനമായി നൽകി.
അതിൽ നിന്ന് അവൾ വിരലിൽ അണിയിച്ച ഊരാഞ്ചാടി മോതിരം മറ്റൊരു മോഷണ ശ്രമത്തിനിടെ നഷ്ടമായത് പോലീസിൽ പരാതി കൊടുക്കാൻ തോന്നിയ വിഡ്ഢിത്തം സ്വന്തം കുഴിയിൽ ചാടുന്നതിന് വഴിയൊരുക്കുന്നു. മഹിതമായ മോഷണ പാരമ്പര്യമുണ്ടായിട്ടും വിഡ്ഢിത്തം കാണിച്ച് പിടിക്കപ്പെട്ട താൻ ഇനിമേൽ ആ പാരമ്പര്യ മഹിമക്ക് അർഹനല്ല എന്ന് നായകൻ സ്വയം വിലയിരുത്തുന്നു. തൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ചുള്ള നായകൻ്റെ ആത്മനിന്ദയാണ് ഈ പ്രതികരണം. സെറ്റാണല്ലോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ്വേധാനാരായണീയം എന്നൊരു പ്രയോഗം പാഠഭാഗത്ത് വരുന്നുണ്ട്. എന്ന ശൈലി കഥാസന്ദർഭത്തിന് ഇണങ്ങും വിധം വാസനാവികൃതി എന്ന കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. ദ്വേധാനാരായണീയം എന്ന ശൈലി കഥാസന്ദർഭത്തിന് ഇണങ്ങും വിധം വാസനാവികൃതി എന്ന കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. നോക്കുക, വായനക്കാരെ രസിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടെഴുതിയ ആദ്യകാല കഥകളിൽ മിക്കതിലും പതിവ് രീതിയായിരുന്നു പഴഞ്ചൊല്ലുകളുടെയും ശൈലികളുടെയും ഉപയോഗം. വായനക്കാരെ രസിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടെഴുതിയ ആദ്യകാല ചെറുകഥകളിലൊക്കെ പതിവ് രീതിയായിരുന്നു പഴഞ്ചൊല്ലുകളും ശൈലികളും പ്രയോഗിക്കുക എന്നത്. സെറ്റ്. വാസനാവികൃതി എന്ന കഥയിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വളരെ ഔചിത്യപൂർവം സരസതയോടെ ദ്വേധാനാരായണീയം എന്ന ശൈലി ഉപയോഗിച്ചിരിക്കുന്നു. മഹാവിഷ്ണുവായ നാരായണനെ കുറിച്ചോർത്ത് മേൽപ്പത്തൂർ നാരായണൻ എഴുതിയ കൃതി എന്ന അർത്ഥത്തിൽ ധ നാരായണീയം എന്ന് പറയാറുണ്ട്. മഹാവിഷ്ണുവായ നാരായണനെ കുറിച്ച് മേൽപ്പത്തൂർ നാരായണൻ എന്ന കവി എഴുതിയ കൃതി എന്ന അർത്ഥത്തിൽ ധ നാരായണീയം എന്ന് പറയാറുണ്ട്. ഇവിടെ കഥയിലെ നായകൻ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ കുപ്രസിദ്ധ കള്ളനായ ഇക്കണ്ടക്കുറുപ്പിൻ്റെയും അമ്മയുടെ പാരമ്പര്യത്തിൽ കുപ്രസിദ്ധ കള്ളനായ ഇട്ടി നാരായണൻ നമ്പൂതിരിയുടെയും മോഷണവാസന ജന്മനാ കിട്ടിയവനാണ്. കഥയിലെ നായകൻ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ കുപ്രസിദ്ധ കള്ളനായ ഇക്കണ്ടക്കുറുപ്പിൻ്റെയും അമ്മയുടെ പാരമ്പര്യത്തിൽ കുപ്രസിദ്ധ കള്ളനായ ഇട്ടി നാരായണൻ നമ്പൂതിരിയുടെയും മോഷണവാസന ജന്മനാ കിട്ടിയവനാണ്. മക്കത്തായ വഴിയിലും മരുമക്കത്തായ വഴിയിലും ദ്വേധാകള്ളനായവൻ മഹത്തായ ഒരു കൃതിയെക്കുറിച്ചുള്ള വാമൊഴിയെടുത്ത് ഒരു ദുശ്ശീലത്തെ ന്യായീകരിക്കുന്നതിലൂടെ സൃഷ്ടിക്കുന്ന ഐറണിയും ആക്ഷേപഹാസ്യവും കഥാസന്ദർഭത്തിന് ഏറെ ആസ്വാദ്യത നൽകുന്നുണ്ട്. സെറ്റാണല്ലോ. ഒന്നുകൂടി കേട്ട് നോക്കിക്കൊള്ളുക. ദെൻ നെക്സ്റ്റ്, കഥ ആഖ്യാനത്തിൽ ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്ന ഹാസ്യാത്മകതയ്ക്ക് ഏറ്റവും ഇണങ്ങുന്നതാണ് ഈ ശൈലിയുടെ ഉപയോഗം. അപ്പം പാഠഭാഗം വായിച്ചതിന് ശേഷം പാഠസംഗ്രഹം നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചോദ്യോത്തരം സെറ്റാക്കിക്കൊള്ളുക. ഓക്കെ, ഇനി ചോദ്യോത്തരം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത് ഇല്ല, ഇതേ ഉള്ളൂ. ഓക്കെ, അപ്പം നന്നായിട്ട് വായിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തണം. അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സാറ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.